സാധാരണയായി എല്ലാ വർഷവും മെയ് മാസം 10-ാം തീയതിക്കും 15-ാം തീയതിക്കും ഇടയ്ക്കാണ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ SSLC ഫലം അതത് വിദ്യാഭ്യാസ മന്ത്രിമാർ പ്രഖ്യാപിക്കാറ്. ഇത്തവണ വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ ആയിട്ടില്ല. റിസൾട്ട് പ്രഖ്യാപിക്കാറായി. കുട്ടികളൊക്കെ വലിയ ഉത്കണ്ഠയിലാണ്. ഇന്ന് പത്രങ്ങളിലൊക്കെ തന്നെ ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വൈകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാർത്തകൾ കണ്ടു. എന്റെ ഒരു സുഹൃത്തിന്റെ മകൾ ഇത്തവണ SSLC പരീക്ഷ എഴുതി നിൽക്കുകയാണ്. ആ കുട്ടിക്ക് അല്ലെങ്കിൽ തന്നെ അല്പം ഉത്കണ്ഠ കൂടുതലാണ് എന്നാണ് അതിന്റെ മാതാപിതാക്കൾ പറയുന്നത്. അപ്പം ഈ ഫലം പ്രഖ്യാപിക്കൽ വൈകും എന്നറിഞ്ഞ് ആ കുട്ടി കരയുകയാണത്രേ. ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഒരു ആകുലതയാണ് ആ കുട്ടിക്ക്. 15 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ ഫലം പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് നീട്ടിവെക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി തന്നെ, പുതിയ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഫലം പ്രഖ്യാപിക്കണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ട്, അങ്ങനെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പോയിരുന്ന് ഈ ഫലം ഒന്ന് പ്രഖ്യാപിച്ചുകൂടി ഔദ്യോഗികമായി എന്ന് ആ സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിക്കുന്നു. അതിന് എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, ഈ മാറ്റിവെക്കും എന്ന് പറഞ്ഞ വാർത്ത ശരിയാണോ എന്നും ഉള്ള സംശയം കൊണ്ടാണ് ആ മനുഷ്യൻ എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലുമൊക്കെ തന്നെ വലിയ ആശങ്കയും ഉത്കണ്ഠയും ഭയവുമൊക്കെ എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഇതിങ്ങനെ നീട്ടിവെക്കുന്നത് എന്തിനാണ്? ഇത് നീട്ടിവെക്കും എന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നത് എന്തിനാണ്? പുതിയ വിദ്യാഭ്യാസ മന്ത്രി വന്ന് ആദ്യം ഈ ഫലം പ്രഖ്യാപിക്കുന്നു, ആദ്യത്തെ നടപടിയായി ഈ ഫലം പ്രഖ്യാപിക്കുന്നു എന്ന് അതിൽ ഒരു രാഷ്ട്രീയമായ ഒരു നേട്ടമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ? അതോ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് ഞാൻ 3 പ്രാവശ്യം വിളിച്ചു. ആരും ഫോൺ എടുത്തില്ല. എനിക്ക് നേരിട്ട് പരിചയമുള്ള, മൊബൈൽ ഫോണിൽ വിളിക്കാൻ പറ്റുന്ന തരത്തിൽ പരിചയമുള്ള ഉദ്യോഗസ്ഥർ ആ വകുപ്പിൽ ഇല്ല എന്നത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് കൃത്യമായി നമുക്കതിന്റെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല. ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കില്ലേ? ഭാവി നടപടിയെക്കുറിച്ച്, ഭാവി പഠനത്തെക്കുറിച്ച്? കാരണം എല്ലാത്തിനും A+ പ്രതീക്ഷിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അത്രയും വലിയ പെർഫോമൻസ് നടത്താൻ സാധിച്ചില്ല, ഇനി തുടർ പഠനത്തിന് അവസരം തനിക്ക് ലഭിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരും ഉത്കണ്ഠപ്പെടുന്നവരുമുണ്ട്. അങ്ങനെ അനവധി കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു മാനസികാവസ്ഥ, അതായത് പ്രതികൂലമായ ഒരു മാനസിക സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി പേരുണ്ട്. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായതും പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ ധാരാളം കുട്ടികൾ ഈ SSLC പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം. ഇത് കേൾക്കുന്നവർ, ഇതിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായാലും സാധാരണക്കാരായാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം. മെയ് 15-ാം തീയതി തന്നെ ഈ ഫലം പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾ അടിയന്തരമായി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഈ സർക്കാർ ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തില്ല, വിദ്യാഭ്യാസ മന്ത്രിയെ തെരഞ്ഞെടുത്തില്ല, അല്ലെങ്കിൽ ക്യാബിനറ്റ് ആയില്ല എന്ന് പറഞ്ഞ് കുട്ടികളുടെ മാനസികമായ അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഒരു നടപടിക്ക് തീർച്ചയായിട്ടും ഇവരാരും മുതിരരുത് എന്നും കൃത്യമായി റിസൾട്ട്, കുട്ടികൾ പരീക്ഷ എഴുതിയതാണ്, അവരുടെ റിസൾട്ട് അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. അത് സാധാരണഗതിയിൽ ഉള്ള ആ ഒരു പ്രോസസ് കൃത്യമായ ഒരു പ്രക്രിയയിലൂടെ തന്നെ കടന്നുപോയി അത് അതത് ദിവസങ്ങളിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ആളുകളോ അത് പ്രഖ്യാപിക്കുക തന്നെ വേണം എന്ന ഒരു എളിയ ആവശ്യം ഉന്നയിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ ഓർത്താണ്, കുഞ്ഞുങ്ങളുടെ വിഷമം ഓർത്താണ്, അവരുടെ കണ്ണീരും ബുദ്ധിമുട്ടും ഓർത്താണ്. കാരണം അവർക്ക് വല്ലാത്തൊരു വ്യാകുലതയാണ്. 15 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ടീനേജിലുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് റിസൾട്ട് വൈകുമ്പോൾ ഉണ്ടാകുന്നു, ഇന്ന ദിവസം അറിയാം എന്ന് വിചാരിച്ചിരുന്നിട്ട് ആ ദിവസം അറിയാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും അനിശ്ചിതമായി അത് നീണ്ടുപോയാൽ അത് വലിയ തരത്തിൽ അവരെ ബാധിക്കും, ദോഷം വരുത്തും അവരുടെ മനസ്സിനും അവരുടെ ചിന്തകൾക്കും ഒക്കെ തന്നെ. ആത്മഹത്യയിലേക്ക് പോകാം, ഡിപ്രഷനിലേക്ക് പോകാം, അങ്ങനെ പലതും ഇതിനകത്ത് സംഭവിക്കാം. അത് ഒഴിവാക്കണം. എത്രയും പെട്ടെന്ന് റിസൾട്ട് അതത് ദിവസങ്ങളിൽ, അതായത് 15-ാം തീയതി തന്നെ പ്രഖ്യാപിക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും, വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഉടൻ തന്നെ പാലിച്ചുകൊണ്ട് അത് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥന ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോടും പുതിയ സർക്കാർ സംവിധാനമായി വരാൻ പോകുന്നവരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും പൊതുപ്രവർത്തകരോടും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരോടും നമ്മൾ നടത്തുകയാണ്.